നമസ്കാരം കൂട്ടുകാരെ. നവംബറിലെ PSC കലണ്ടർ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സോ പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷകള് നവംബറിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ അത് എന്നൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഈ ഒരു PSC കലണ്ടറിൽ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ PSC കലണ്ടറിന്റെ കേസ് പറഞ്ഞ സമയത്ത് സെപ്റ്റംബർ 25-ന് നമ്മുടെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ, അതായത് ഹാൻഡെക്സിലേക്കുള്ള സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഗ്രേഡ് 2 പരീക്ഷയുടെ ആ ഒരു കോമൺ പ്രിലിമിനറി 10th പ്രിലിമിനറി എക്സാമിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ തന്നെ രണ്ടാം ഘട്ടത്തിന്റെ ഡേറ്റ് നമ്മുടെ PSC നവംബറിലെ കലണ്ടറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഈ ഒരു സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഗ്രേഡ് 2 എക്സാം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആദ്യഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്, അതിനു മുമ്പായിട്ട് 2 തലങ്ങളിലായിട്ടാണ് ആ ഒരു പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ഒരു കോമൺ പ്രിലിമിനറി പരീക്ഷയുണ്ട്, 10th പ്രിലിമിനറി പരീക്ഷ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പോ അതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഡേറ്റ് സെപ്റ്റംബർ 25-ആണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇനി രണ്ടാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത് നവംബർ മാസം 8-ാം തീയതിയാണെന്ന് നമ്മുടെ PSC ആ ഒരു കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനി ഒരു 1.5 മാസം നല്ല പോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ 10th പ്രിലിമിനറി എന്നുള്ള കടമ്പ നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാനായിട്ട് പറ്റും. ഇനി ഈ ഒരു നവംബറിലെ PSC കലണ്ടറിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നമ്മുടെ HSA സോഷ്യൽ സയൻസ് പരീക്ഷ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡേറ്റ് കൂടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നവംബർ മാസം 4-ാം തീയതിയാണ് ഈ ഒരു HSA മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള സോഷ്യൽ സയൻസിന്റെ ആ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോ PSC കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് 36 PSC പരീക്ഷകളാണ് നവംബറിൽ നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, നമ്മുടെ കേരള PSC ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പേരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷ സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വുമൺ എക്സാം ആണ്. ഇനി അതേപോലെ തന്നെ HSA സോഷ്യൽ സയൻസും കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ഇനിയുള്ള സമയം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് നമ്മുടെ അങ്ങോട്ടേക്കുള്ള നമ്മുടെ ആ ഒരു റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നല്ലതുപോലെ പഠിക്കുക. ഈ 36 PSC പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം KRFED-ലേക്ക് ഒരു ഫയർമാന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നടക്കുന്നത് നവംബർ മാസം 5-ാം തീയതിയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ബയോകെമിസ്റ്റ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള ആ ഒരു ബയോകെമിസ്റ്റിന്റെ പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡർ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് നവംബർ 8-ാം തീയതിയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്കുള്ള ആ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നടക്കാൻ പോകുന്നത് ഈ ഒരു നവംബർ മാസം 11-ാം തീയതിയാണ്. അങ്ങനെ പല തസ്തികകൾ, ഓൾമോസ്റ്റ് ഒരു 36 PSC പരീക്ഷകളാണ് നവംബർ മാസത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവസാനഘട്ട തയ്യാറെടുപ്പിനായിട്ട് ഒരുങ്ങുക, നല്ലതുപോലെ റിവിഷൻ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പോ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നല്ല ഒരു PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ്. ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുകയാണ്. ഈ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൾമോസ്റ്റ് നേരത്തെ വന്നതാണ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഇനി ഉടനെ തന്നെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അതിന്റെ കൺഫർമേഷൻ വരും. അപ്പൊ നിങ്ങൾ അതിന്റെ കൺഫർമേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, ഇനി നവംബർ കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിസംബറിലൊക്കെ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. VFA, BEPCO, LD, കമ്പനി ബോർഡ്, LGS, അങ്ങനെ നിരവധി PSC പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരും. പരീക്ഷ നടക്കാനല്ല പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ 2026-ൽ അതിന്റെ പരീക്ഷകൾ ഉണ്ടാകും. അപ്പോ PSC ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഒരാൾക്ക് ഏറ്റവും സുവർണ അവസരമാണ് ഈ 2025 അവസാനം തൊട്ട് അങ്ങോട്ടേക്കുള്ളത്. സോ എല്ലാവരും മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക, നല്ലതുപോലെ പഠിക്കുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് പരീക്ഷകൾ എത്തും. നമുക്ക് പെട്ടെന്ന് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു നവംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉടനെ വരും. അത് നിങ്ങൾ മറക്കാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പൊ താങ്ക് യു.